ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, ഇനി പരാതിക്കാർ വരുമ്പോൾ മാഡം ഗുഡ് മോർണിംഗ് പ്ലീസ് സിറ്റ് ഡൗൺ, വാട്ട് ഇസ് യുവർ കംപ്ലൈന്റ് എന്നാണ് ഇവർ ചോദിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇങ്ങനെ ഒരു കട്ടിടത്തിൽ ഇരുന്നുകൊണ്ട് വാടാ ഇരുടാണെന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ആക്ഷൻ ഹീറോ ബിജുവില് ഒരു ഡയലോഗ് ഉണ്ട്, അത് ആക്ച്വലി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ഓർഡറിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഓഫീസെക്കാട്ടിലും വലിയൊരു പോലീസ് സ്റ്റേഷനാണ് ഇത്. DIG IG ഓഫീസെക്കാട്ടിലും വലിയൊരു നല്ലൊരു 7500 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. സോ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവും നമ്മുടെ DGPയും പറഞ്ഞതുപോലെ ഒരു പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ പരാതിക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. ആക്ഷൻ ഹീറോ ബിജുവില് ഒരു ഡയലോഗ് ഉണ്ട്, അത് ആക്ച്വലി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ഓർഡറിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷൻ ആണ് അവന്റെ എല്ലാ കോർട്ടും എന്ന് പറഞ്ഞു ആ സിനിമയിൽ. എന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദയ്ക്കുള്ള ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. ഇപ്പൊ നീ എന്താ പറഞ്ഞത്? ലേബർ കോടതി പോകാനല്ലേ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടാവും. ഞാൻ അംഗീകരിക്കുന്നില്ല, എന്നാലും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഈ ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്താനും ഈ ഒരു വലിയ സംസ്ഥാനത്തില് ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഓരോരോ പോലീസ് സ്റ്റേഷനുമാണ് ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ നമുക്ക് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് ഉണ്ടാവണം. അതാണ് ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പ്ലസ് ജനങ്ങളുടെ ട്രസ്റ്റ്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ജനങ്ങളുടെ ട്രസ്റ്റ് കിട്ടണം, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. കൂടാതെ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ 5ാം സ്ഥാനത്ത്, ഇന്ത്യയിൽ തന്നെ മികച്ച പോലീസ് സ്റ്റേഷനിൽ 5ാം സ്ഥാനത്ത് ഉണ്ടെന്ന് DG അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഐ എം ഷുവർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഇന്ന് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അടുത്ത വർഷമോ അല്ലാതെ അതിന്റെ അടുത്ത വർഷമോ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെ ഒരു എനർജി കാണിച്ച ഒരു എന്തൂസിയാസത്തോടു കൂടി ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ട്. അപ്പൊ SP ഞാൻ വരുമ്പോൾ പറഞ്ഞിരുന്നു, അപ്പൊ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, ഇനി പരാതിക്കാർ വരുമ്പോൾ മാഡം ഗുഡ് മോർണിംഗ് പ്ലീസ് സിറ്റ് ഡൗൺ, വാട്ട് ഇസ് യുവർ കംപ്ലൈന്റ് എന്നാണ് ഇവർ ചോദിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇങ്ങനെ ഒരു കട്ടിടത്തിൽ ഇരുന്നുകൊണ്ട് വാടാ ഇരുടാണെന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. സോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്തരം ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് പോലും മാറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി നമ്മൾ അറിയാതെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, പലപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഞാൻ ട്രിവാൻഡ്രത്ത് ഹോൾഡ് ചെയ്തായിരുന്നു. എല്ലാ 4 ജില്ലയാണ് എൻ്റെ റേഞ്ചിൽ വരുന്നത്. അന്നത്തെ മീറ്റിംഗ് നമ്മുടെ SP ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വരുന്നു ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നെറ്റിപ്പോയി, മിനിസ്റ്റർ ഒരു പോലീസ് സ്റ്റേഷന്റെ മീറ്റിംഗിലാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കി ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവിടുത്തെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത ശേഷമാണ് എല്ലാവരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ, ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഇവിടെ വരാവുന്നൊരു കാരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ സ്റ്റേജിലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും നമുക്ക് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് സാബു മാത്യുവിന് നല്ലൊരു കൈയടി കൊടുക്കാം എൻ്റെ ഭാഗത്തുനിന്ന്, നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന്. ഇനി ലാൻഡ് ഓഫ് പാലസസ് എന്ന് പറയും, പാലസ് പോലുള്ള ഒരു പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2016 വർഷം ഞാൻ ഇവിടെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് SP ആയിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഈ ഒരു ലാൻഡ് നമ്മുടെ DPO ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് DPOയുടെ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാൻഡ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ബട്ട് ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ബിക്കോസ് ഇവിടെ കയറി വരുന്ന സ്ഥലം വളരെ ഒരു ഒരു ചെറിയ സ്ഥലമാണ്. അപ്പം നമുക്കത് കയറി വരാനുള്ള ബുദ്ധിമുട്ട്. DPO എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഓഫീസാണ്, കൂടുതൽ വാഹനങ്ങളും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വേണ്ട നമ്മുടെ ഇപ്പോൾ DPO ഉള്ള സ്ഥലത്ത് പ്രപ്പോസൽ തയ്യാറാക്കി അവിടുത്തെ ക്യാമ്പ് ഓഫീസും അവിടുത്തെ ഓഫീസിൻ്റെയും പ്രപ്പോസൽ ഞാൻ SP ആയിട്ടുള്ള സമയത്ത് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളതാണ്.